അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇസ്ലാമിക് വോയിസ് ഗ്രൂപ്പിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇവിടെ സലഫികളും കേരളത്തിലെ സമസ്ത വിഭാഗങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള നിരവധി വിഷയങ്ങളിൽ വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലൊന്നാണ് ഈ മഹാന്മാരുടെ മക്ബറകൾ കെട്ടിപ്പൊക്കുന്നതും കുമ്മായമിടുന്നതുമൊക്കെ അനുവദനീയമായ സംഗതിയാണോ, അവിടെ ആ മറമാടപ്പെട്ട ആളുകളുമായി അവരുടെ അരികിൽ ചെന്ന് അവരോട് ഇസ്തിഗാസ ചെയ്യാൻ പാടുണ്ടോ, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കാൻ പാടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സലഫികൾ പറയുന്നത് ഇങ്ങനെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതും കുമ്മായമിടുന്നതും ഹറാമാണ്. ഖബറാളികളോട് ഇസ്തിഗാസ ചെയ്യണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അത് ശിർക്കാണ്. കാരണം ഇസ്തിഗാസയാണ് ശിർക്ക്. അപ്പോൾ ശിർക്കിന് വേണ്ടി കെട്ടിപ്പടുക്കപ്പെട്ടതുകൊണ്ട് ആ പ്രവർത്തനവും എന്തായിട്ട് മാറും? ശിർക്കായിട്ട് മാറും എന്നുള്ളതാണ് നാം വാദമായി എഴുതിയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് ദുരൂഹമായൊരു സംഗതിയല്ല, വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് എന്നുള്ളത്. ഇസ്ലാം അതിൻ്റെ അടിസ്ഥാനമായി പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ ആദർശമാണ്. അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായി മറ്റാരുമില്ല എന്നുള്ളത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പിൽക്കാലത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും അഹ്ലുസുന്നയുടെ ആദർശത്തിൽ നിന്നും പുറത്തുപോയ പല വിഭാഗങ്ങളും യഹൂദികളെയും ക്രൈസ്തവരെയും അനുകരിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തിൻ്റെ ഇനങ്ങൾ മഹാന്മാർക്കും അമ്പിയാക്കൾക്കും മലക്കുകൾക്കും എല്ലാം നൽകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണേണ്ടതായി വന്നിട്ടുണ്ട്. അതായത് സൃഷ്ടിപൂജ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതിൽ പ്രത്യക്ഷമായ ഒരു വിഭാഗം അഹ്ലു ഷിയത്താണ്, ഷിയാക്കൾ. അബ്ദുല്ലാഹി ബിൻ സബ് എന്ന യഹൂദിയാണ് ഷീസമുണ്ടാക്കിയത്. ഇസ്ലാം ഏതെല്ലാം കാര്യങ്ങൾ വിരോധിച്ചുവോ അതൊക്കെ ഇസ്ലാമിൻ്റെ പേരിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. യഹൂദികളുടെ വിശ്വാസങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവത്തിൽ കടന്നു വന്നു എന്നുള്ളതാണ് ഷിയകളിലൂടെ നാം കണ്ടിട്ടുള്ളത്. മഹാന്മാരുടെ കാര്യത്തിൽ അതിരുവിടുക എന്നതാണ് വിഗ്രഹാരാധനയുടെ അടിസ്ഥാനമെന്ന്, അസ്ലോ ഇബാദത്തിൽ ഔസാൻ എന്ന് പറഞ്ഞുകൊണ്ട് അൽ മുഗാലാത്തു ഫിൽ ബഷർ, ഈ വ്യക്തികളുടെ കാര്യത്തിൽ അതിരുവിടലാണ് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ബിദായ വന്നിഹായിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഷീഇകളുടെ നടക്കുന്നത്. അലി റളിയല്ലാഹുവിൻ്റെ കാര്യത്തിലും ഹസൻ ഹുസൈൻ റളിയല്ലാഹുഅൻഹുമ അവരുടെ കാര്യത്തിലും ഫാത്തിമ റളിയല്ലാഹുഅൻഹയുടെ കാര്യത്തിലും അങ്ങനെ പല വ്യക്തിത്വങ്ങളുടെ കാര്യത്തിലും അതിരുവിടുകയും റബ്ബിനോട് മാത്രം നടത്തേണ്ട ഇസ്തിഗാസ ഇവരോട് നടത്തുകയും പല മഹാന്മാരോടും നടത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ബഹുജനങ്ങളെ ഈ ഒരു ശിർക്കൻ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി മഹത്തുക്കളുടേതോ അല്ലെങ്കിൽ മഹത്തുക്കളുടേത് എന്ന് പറയപ്പെടുന്നതോ ആയ മക്ബറകൾ കെട്ടിപ്പൊക്കുകയും അത് കുമ്മായമിടുകയും അത് വലിയ എടുപ്പുകൾ അതിനു മീതെ ഉണ്ടാക്കി ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നൂറ്റാണ്ടുകളായി നടന്നു പോരുന്ന കാര്യമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം ഖിന്നനായിരുന്നു. അദ്ദേഹം മരണമടയുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം യഹൂദ ക്രൈസ്തവർക്കുണ്ടാകട്ടെ. കാരണം എന്താണ്? അവർ അമ്പിയാക്കളുടെ ഖബറുകൾ സുജൂദിൻ്റെ സ്ഥലങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. അതായത് മസ്ജിദുകളാക്കി മാറ്റി. സമസ്തയുടെ പണ്ഡിതന്മാർ പലപ്പോഴും പറയാറുള്ളത്, അത് ഖബറിനെ മസ്ജിദാക്കാൻ പാടില്ല, അവിടെ പള്ളിയൊന്നും ആരുണ്ടാക്കുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ സുജൂദിൻ്റെ സ്ഥലമാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പൊക്കപ്പെട്ട മക്ബറകൾ സാധാരണക്കാർ മാത്രമല്ല, വലിയ പണ്ഡിതന്മാരും തങ്ങന്മാരും അടക്കമുള്ള ആളുകൾ അത്തരം മക്ബറകളുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതായി നാം തന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷമായി കണ്ടുവരുന്നതാണ്. അങ്ങനെ ഖബറുകൾ കെട്ടിപ്പൊക്കുകയും ഖബറാളികളെ വിളിച്ചു തേടുകയും അവിടെ വന്നിട്ട് ആ മക്ബറകളുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം മുസ്ലിം ഉമ്മത്തിലും കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് സമസ്തയുടെ വിഭാഗങ്ങളൊക്കെ തന്നെയും അതിന് ആശീർവാദവും അംഗീകാരവും നൽകപ്പോരുകയും അതിലേക്ക് ബഹുജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, വ്യക്തമായും
റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന തത്വമാണ് ആദം അലൈഹിസ്സലാം മുതൽ ഇവിടെ ഉണ്ടായത്. 10 തലമുറകൾക്ക് ശേഷമാണ് ആ ഒരു തത്വം ബഹുജനങ്ങൾ ഇബ്ലീസിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് മറന്നുപോകുന്നത്. ആദ്യമായി വദ് എന്ന ഒരു മഹാൻ പൂജിക്കപ്പെടുകയും പ്രാർത്ഥിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാലിഹികളായ ജനതയിൽപ്പെട്ട ആളുകളാണ്, സ്വാലിഹികളായ റിജാലാണ് യഥാർത്ഥത്തിൽ വദ്, സുവ, യൗസ്, യൗഖ്, നസ്ർ എന്നറിയാം, അവരോട് ദുആ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു അവസ്ഥ തുടർന്നു പോരുകയാണ്. മക്ക രാജ്യത്തേക്ക് പരിശോധിച്ചാൽ അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ഹനീഫിയത്ത്, തനതായ തൗഹീദിൻ്റെ ആദർശമാണ് മക്ക രാജ്യത്ത് ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. ജനവാസമുണ്ടായ കാലഘട്ടം മുതൽക്കേ അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകട്ടെ, ഇസ്മായിൽ അലൈഹിസ്സലാം ആകട്ടെ, പിന്മുറക്കാരാകട്ടെ, അവരൊക്കെ അത് പുലർത്തി പോന്നിട്ടുണ്ട്. ആദ്യമായി മക്കയിൽ ഷിർക്ക്, സൃഷ്ടിപൂജ, ബഹുദൈവാരാധന ഉണ്ടാകുന്നത് നേരത്തെ വദ്ദിൻ്റെയും സുവായിൻ്റെയും കാര്യത്തിൽ സംഭവിച്ച അതേ കാര്യം ആവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് ലാത്തിൻ്റെ കാര്യത്തിൽ, ലാത്ത് എന്ന ഒരു മഹാൻ, അദ്ദേഹം മരണപ്പെട്ട സമയത്ത്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കയിൽ പ്രത്യക്ഷമായ ഷിർക്കില്ല മക്കവാസികൾക്കിടയിൽ. എന്നാൽ പരദേശിയായ ഒരു മുശ്രിക്ക് അവിടെ വരികയും, മനസ്സിലായില്ല, ഹുസാ ഗോത്രക്കാരനായ അംർ ഇബ്നുൽ ഹയ്യം, അയാളാണ് അദ്ദേഹം വരുന്ന സമയത്ത് ലാത്ത് മരണപ്പെടുകയും ലാത്തിൻ്റെ ഖബറിങ്കൽ ചെന്ന് അദ്ദേഹം ആ മനുഷ്യൻ എഴുത്തിക്കാഫിരിക്ക് ഭജനമിരിക്കുകയും എന്നിട്ട് ഇന്നഹൂലം യമുത്ത്, ലാത്ത മരിച്ചിട്ടില്ല എന്ന് പ്രസ്താവിക്കുകയും അങ്ങനെ ലാത്തയുടെ കാര്യത്തിൽ അതിര് കവിയുകയും പിന്നീട് ആ ഖബറിങ്കൽ അയാളുടെ രൂപമുണ്ടാക്കി വെക്കുകയും, വദ്ദിൻ്റെ കാര്യത്തിലൊക്കെ രൂപമുണ്ടാക്കി വെക്കാൻ ശൈത്വാൻ ആദ്യം ഒരു സൂചന കൊടുത്തു. പിന്നീട് ആ രൂപങ്ങൾ എന്തിനാണ് ഉണ്ടാക്കി വെച്ച് ഓർമ്മിക്കണം എന്ന നിലക്കാണ് ആദ്യം അങ്ങനെ പ്രേരിപ്പിച്ചതെങ്കിലും പിന്നീട് ആ സംഗതി മറന്നുപോവുകയും അവർ ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി എന്ന് പ്രമാണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ലാത്തയുടെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു. അങ്ങനെയാണ് അറേബ്യയിലും എന്തുണ്ടായത്, ഈ സൃഷ്ടിപൂജ ഉണ്ടായത്, ഖബറുകളിൽ അതിര് കവിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മക്ബറുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സൽ ഖബ്റു വ അൻ യുബ്ന അലൈഹി വ അൻ യുഖഅദ അലൈഹി. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ളതാണ്. ഖബറുകൾ കുമ്മായമിടപ്പെടുക എന്നതും ഖബറുകളിന്മേൽ എടുപ്പുണ്ടാക്കപ്പെടുക എന്നതും ഖബറിങ്കൽ ഇരിക്കപ്പെടുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കിയിട്ടുണ്ട് എന്നാണ് ജാബിർ റളിയല്ലാഹു അൻഹു സ്വഹീഹായ ഹദീസിൽ പറയുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മഹുല്ലാഹ് ശർഹ് മുസ്ലിമിൽ പറയുന്നു, വഫീ ഹാദൽ ഹദീസി കറാഹത്തു തജ്സീസുൽ ഖബ്രി വൽ ബിനാഇ അലൈഹി വ തഹരീമുൽ ഖുഊദി. ഇവിടെ ഈ ഹദീസിൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ ഹദീസിലുള്ളത് ഖബർ കെട്ടിപ്പൊക്കൽ കറാഹത്താണ്. കറാഹത്ത് എന്ന് പറയുമ്പോൾ കേവലം വെറുക്കൽ എന്ന അർത്ഥത്തിലല്ല. മദ്ഹബിൽ ഇത്തരം കറാഹത്തിൻ്റെ പദപ്രയോഗങ്ങൾ അത് തഹരീമിൻ്റെ മായനയിലാണ് എന്ന് അതിൻ്റെ ഉസൂലുകൾ അറിയുന്നവർക്ക് മനസ്സിലാകുന്നതുമാണ്. അതേപോലെ തന്നെ അതിന്മേൽ കെട്ടിടമുണ്ടാക്കൽ, അതേപോലെ അതിന്മേൽ ഇരിക്കുക എന്നത് എന്താണ്, അത് ഹറാമായ സംഗതിയാണ്. വൽ മുറാദു ബിൽ ഖുഊദ്, ഖുഊദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അൽ ജുലൂസു അലൈഹി ആദാം, അതിന്മേൽ ഇരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതാണ് അൽ ജുലൂസു അലൈഹി എന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഹാദ മദ്ഹബു ഷാഫിഈ വ ജുംഹൂരിൽ ഉലമ, ഇതാണ് ഷാഫി മദ്ഹബ്, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും മദ്ഹബ് ഇങ്ങനെ തന്നെയാണ്. ഖബറിൽ കുമ്മായമിടാൻ പാടില്ല, അതേപോലെ തന്നെ അതിന്മേൽ ഇരിക്കാൻ പാടില്ല, അതിന്മേൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല. ഇതിൽ മഹാന്മാരുടേത് അല്ലാത്തത് എന്ന വേർതിരിവൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏതാനും വരികൾ താഴോട്ട് പോകുമ്പോൾ അതേ പാരഗ്രാഫിൽ തന്നെ വീണ്ടും ഇമാം നവവി പറയുന്നു, വൈൻ കാന ഫി മഖ്ബറത്തിൻ മുസബ്ബലത്തിൻ ഫഹറാം, അതായത് പൊതുവായ മഖ്ബറകളിലാണെങ്കിൽ തന്നെയും അത് ഹറാമാണ്. നസ്സ അലൈഹി ഷാഫിഈ, ആ വിഷയത്തിൽ ഷാഫിയിൽ നിന്ന് പ്രമാണം വന്നിട്ടുണ്ട്, നസ്സ് വന്നിട്ടുണ്ട്. വൽ അസഹാബു ഖാല ഷാഫി, എന്നാൽ ഷാഫിയും അത് നസ്സായി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആളുകളും അത് പറഞ്ഞിട്ടുണ്ട്. ഖാല ഷാഫി ഫിൽ ഉമ്മി, അൽ ഉമ്മി എന്ന കിതാബിൽ ഇമാം ഷാഫി പറഞ്ഞത്, വറഅയ്തുൽ അഇമ്മത ബി മക്ക, മക്കയിലെ ഇമാമുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, യഅ്മുറൂന ബി ഹദ്മി മാ യുബ്ന യുഅയ്യദുൽ ഹദമു ഖൗലു, എന്താണ് കൃത്യമായിട്ട് പറഞ്ഞു, അതായത് ഖബറിങ്കൽ പടുക്കപ്പെട്ട കാര്യങ്ങൾ പൊളിച്ചു കളയണം എന്നും ആ പൊളിച്ചു കളയൽ അത് ശക്തമാക്കുന്നതായി അവർ പൊളിച്ചു കളയാൻ കൽപ്പിച്ചതും ആ പൊളിച്ചു കളയൽ അവർ ഉറപ്പിച്ചതും അത് ശക്തമായി അത് നടപ്പാക്കിയതും എന്താണ് മക്കയിലെ ഇമാമുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പ്രസ്താവിച്ചത്, അൽ-ഉമ്മിൽ പ്രസ്താവിച്ചത് പ്രത്യേകം എടുത്തു കൊടുത്തു. ഇമാം ഷാഫിയുടെ വാക്യങ്ങൾ ഇതിൽ വേറെയും ധാരാളമായി ഉദ്ധരിക്കാനുള്ള ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നും നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അബുൽ ഹയ്യാജുൽ അസദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, അദ്ദേഹം പറഞ്ഞു, ഖാല ലീ
അലിയുബിൻ അബി താലിബ്, എന്നോട് അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച ഒരു കാര്യത്തിലേക്ക് താങ്കളെ ഞാൻ നിയോഗിക്കട്ടെയോ? എന്നിട്ട് പറഞ്ഞു, അല്ലാ തദ തിംസാലൻ ഇല്ലാ ത്വമസ്ത, ഒരു പ്രതിഷ്ഠയും ഒരു വിഗ്രഹവും എന്താണ് അത് തുടച്ചു നീക്കാതെ നീ വിട്ടുകളയരുത്. വല ഖബറൻ മുഷ്രിഫൻ ഇല്ലാ സവ്വൈത, അതേപോലെ തന്നെ ഉയർത്തപ്പെട്ട ഒരു ഖബറും അത് നേരെയാക്കാതെ നീ വിട്ടുകളയരുത്. മറ്റൊരു റിപ്പോർട്ടിൽ വല സൂറത്തൻ ഇല്ലാ തമസ്തഹ എന്നുകൂടിയുണ്ട്. ഒരു രൂപത്തെയും നീ അത് വിഭാടനം ചെയ്യാതെ നീക്കം ചെയ്യാതെ വിട്ടുകളയരുത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഖബറുകൾ ഉയർത്തപ്പെടാൻ പാടില്ല എന്നുള്ള കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ കുസൃതി ചോദ്യങ്ങൾ മുസ്ലിയാക്കന്മാർ ചോദിക്കും. അപ്പോൾ ആരായിരുന്നു ആ ഖബർ കെട്ടിപ്പൊക്കിയത്? ആര് ഖബർ കെട്ടിപ്പൊക്കിയതായിക്കോട്ടെ, ജാഹിലിയ കാലത്ത് അങ്ങനെ ഖബർ കെട്ടിപ്പൊക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അത് ഇസ്ലാം വിരോധിച്ചു എന്നേ ഉള്ളൂ. അത് മുസ്ലിങ്ങളുടേത് അല്ലാത്തത് എന്നല്ല. മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്രത്തിൽ ഏതായാലും ഒരാളുടെയും ഖബറുകൾ കെട്ടിപ്പൊക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ വിരോധത്തിൻ്റെ കൽപ്പന വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഏതെങ്കിലും മുസ്ലിങ്ങളോ ഏതെങ്കിലും നാട്ടിൽ അപ്രകാരം ഉയർത്തപ്പെട്ടതുണ്ടാകാം. ഇനി ഉയർത്തപ്പെടട്ടെ ഉയർത്തപ്പെടാതിരിക്കട്ടെ, ആര് എവിടെ എപ്പോൾ ഉയർത്തുന്നുവോ അത് എന്ത് ചെയ്യണം? നേരെയാക്കണം, തസ്വിയത്ത് ചെയ്യണം എന്നുള്ള കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് മഹാന്മാരുടെ ഖബറാണെങ്കിൽ ഇത് ബാധകമല്ല. അതുപോലെ സ്വതന്ത്രമായ സ്വന്തം സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് ബാധകമല്ല എന്നൊന്നും വ്യക്തമാക്കുന്ന പ്രമാണങ്ങൾ കൊണ്ടുവരാൻ ഒരു കാരണവശാലും സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഷിർക്കിനെ വിരോധിക്കുന്ന ഇസ്ലാം ഷിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ കൂടി വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായും ഈ വിഷയം ആവർത്തിച്ച് പഠിപ്പിക്കുക മാത്രമല്ല, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന, അതായത് ഇസ്തിഗാസയും ദുആയും ഒക്കെ ചെയ്യപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനംനൊന്ത് ദുആ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ധാരാളം തെളിവുകൾ ഇങ്ങനെ ഖബറുകൾ വേറെയും നമുക്ക് സമയം മുന്നോട്ട് പോകുന്നത് ധരിക്കാനുണ്ട്. ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത്, ഖബറിനെ നേരെ നിസ്കരിക്കുന്നത്, ഖബറെങ്കിൽ ഇരിക്കുന്നത്, അവിടെ വിളക്ക് വെക്കുന്നത്, കുമ്മായ വിടുന്നത്, ഇതെല്ലാം വിരോധിച്ചു എന്നല്ലാതെ ഇതെല്ലാം പ്രവർത്തിച്ചതോ നടപ്പാക്കിയതോ അംഗീകരിച്ചതോ ആയ ഒരു റിപ്പോർട്ട് പോലും സ്വഹീഹായി കൊണ്ടുവരാൻ ഈ ഖബറിനെ കെട്ടിപ്പൊക്കുന്ന ആളുകൾക്ക്, ജാറങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അവരുടെ കയ്യിലുള്ളത് ഏതാനും ദുർവ്യാഖ്യാനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതിവിടെ ഒരു പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ മറുപക്ഷത്ത് സംസാരിക്കുന്ന സുഹൃത്ത് അത് കൊണ്ടുവരുമ്പോൾ ഓരോന്നായിട്ട് അതിൻ്റെ ഖണ്ഡനം ഞാൻ നൽകുന്നതാണ് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മറുഭാഗം വാദമായി എഴുതിയത് എന്താണ്? അത് അദ്ദേഹം അവതരിപ്പിച്ചതിന് ശേഷം അത് ഞാൻ കൂടുതൽ ഖണ്ഡനങ്ങൾ തരും. പക്ഷേ ആ വാദത്തെ തന്നെ കുറിച്ച് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. സിയാറത്തിനു വേണ്ടി മഹാന്മാരുടെ മക്ബറുകൾ കെട്ടിപ്പൊക്കുന്നത് ശിർക്കല്ല, അനുവദനീയമാണ് എന്നാണ്. ഷിർക്കാണ് എന്ന് ഇവിടെ നമ്മളാരും വാദിച്ചിട്ടില്ല, ഞാൻ വാദമായി എഴുതിയിട്ടുമില്ല. അനുവദനീയമാണ് എന്നതിൻ്റെ എതിര് ഷിർക്കല്ല എന്നല്ലല്ലോ, ഹറാമല്ല എന്നാണ്. ഈ ചർച്ച നടക്കട്ടെ എന്ന് കരുതി ആ വാദത്തെക്കുറിച്ച് ഒരു സംവാദം നടത്താൻ ഞാൻ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് സൂചിപ്പിക്കുന്നു. എന്നാൽ ആ മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഷിർക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു വലിയ ഷിർക്കിൻ്റെ പ്രവർത്തനം അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് ആ ഷിർക്കിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുക. യഥാർത്ഥത്തിൽ ഖബർ സിയാറത്ത് എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, ഇസ്ലാം ആദ്യകാലത്ത് ഖബർ സിയാറത്ത് വിരോധിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തൗഹീദ് ഊട്ടിയുറപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് അലാ ഫസൂറുഹ, ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സിയാറത്തെ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ സിയാറത്തിന് വേണ്ടി ഖബറുകൾ കെട്ടിപ്പൊക്കുക എന്ന് അനുവദിച്ച ഒരു റിപ്പോർട്ടും ഇവിടെ ഹാജരാക്കാൻ മറുപക്ഷത്ത് സാധ്യമല്ല എന്ന് അദ്ദേഹം വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ സിയാറത്തിനു വേണ്ടി മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുക എന്ന് എഴുതുമ്പോൾ അങ്ങനെ സിയാറത്തിനു വേണ്ടി കെട്ടിപ്പൊക്കാം എന്നത് എവിടുന്ന് കിട്ടി? ഖബറുകൾ കെട്ടിപ്പൊക്കാം എന്നത് എവിടുന്ന് കിട്ടി? അതിൻ്റെ രേഖ എന്താണ്? അത് നമുക്ക് കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിന് അത് സമർത്ഥിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതുകൊണ്ട് തന്നെ ഏത് സിയാറത്തിനു വേണ്ടിയാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, ഖബറുകൾ കെട്ടിപ്പൊക്കേണ്ടതില്ല. അല്ലെങ്കിലും സിയാറത്ത് എന്താ ലക്ഷ്യം? ഒന്ന് തുതക്കിറക്കുമല്ല ആഖിറ എന്നാണ്. അത് നിങ്ങളെ പരലോകത്തെ ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ മരണത്തെ ഓർമ്മിപ്പിക്കും, അല്ലേ? അതല്ലാതെ മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നതിനു വേണ്ടി
അവരുടെ അരികിലേക്ക് വരുന്നതിനു വേണ്ടി എന്നുള്ള ഒരു രീതിയിൽ എങ്ങനെയാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടത്? അങ്ങനെ അതിന് വല്ല റിപ്പോർട്ടുമുണ്ടോ? ഇല്ല. അപ്പോൾ ഖബറുകൾ സന്ദർശിക്കുന്നത് പാരത്രികമായ ഇപ്പോൾ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ വരുമാനങ്ങൾ ഉണ്ടാക്കാനോ ബിസിനസ് ഉണ്ടാക്കാനോ ഫണ്ട് പിരിവ് നടത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇന്ന് നടക്കുന്ന അതാണ്. അതുകൊണ്ടാണ് അത് അലങ്കരിക്കേണ്ടി വരുന്നത്. ഖബർ സിയാറത്തിന് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഖബറുകൾ ഇങ്ങനെ ഇപ്രകാരം കെട്ടി ഉയർത്തപ്പെട്ടിട്ടുണ്ടോ? പക്ഷേ അവർ ഖബർ സിയാറത്ത് ചെയ്യാത്തവരാണോ? ഒരിക്കലുമല്ല. അവർ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്കാണ് ഖബർ സിയാറത്ത് പലപ്പോഴും വിലക്കപ്പെട്ടിട്ടുള്ളത്. പതിവായി അവർ ഖബർ സിയാറത്ത് ചെയ്യുന്നത് വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് മഹാന്മാരുടെ ഖബറുകൾക്കായി പ്രത്യേകം അനുമതിയില്ല. ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടത് ഒരു സുന്നത്ത് എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാത്രമാണ്. അത് സിയാറത്താണ്. സിയാറത്തിന് ഏത് ലക്ഷ്യമാണോ ആ ലക്ഷ്യമേ അവിടെയും പരിഗണിക്കേണ്ടതുള്ളൂ എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖബർ സിയാറത്ത് ചെയ്യാൻ എന്തിനാ കെട്ടിപ്പോക്കേണ്ട ആവശ്യം? ഖബറിൻ്റെ അരികിലേക്ക് വരുന്നു, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് നമ്മൾ പറയുന്നു എന്നതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ, അതേപോലെ ഞങ്ങളും അവിടേക്ക് ചേരും എന്ന് നമ്മൾ പ്രസ്താവിക്കുന്നു എന്നതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവരോട് സലാം പറയുക എന്നതിലപ്പുറത്ത് മറ്റെന്താണ് ഖബർ സിയാറത്ത്? എന്തിനാണ് ഖബർ കെട്ടിപ്പൊക്കേണ്ട ആവശ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യക്ഷമായി ഖബറിനെ കുമ്മായമിടുന്നതും അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും വിലക്കിയിരിക്കെ പിന്നെ ഏത് അർത്ഥത്തിലാണ് ഈ സിയാറത്തിന് വേണ്ടി ഖബർ കെട്ടിപ്പൊക്കാം എന്ന ഒരു ദുർവാദം കൊണ്ടുവരിക? അത് ദുർവാദമാണ്. അത് അഹ്ലുശിയത്തിൽ നിന്ന് വന്നതാണ്, അഹ്ലുസുന്നക്ക് എതിരാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബഅ വ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ ബഅദ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.